ഉത്തർപ്രദേശിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വന്നിരുന്നു. RSS നേതൃത്വം ഇടപെട്ട് താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതിനിടയിലാണ് യോഗി ആദിത്യനാഥും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായ കേശവ് പ്രസാദ് മൗര്യയുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ കേന്ദ്ര നേതൃത്വം ഉത്തർപ്രദേശിലെ സംസ്ഥാന നേതാക്കൾക്ക് കൊടുത്ത മുന്നറിയിപ്പ് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നാണ്. ഏതായാലും പരസ്യ പ്രസ്താവനകൾക്കല്ല നേതാക്കൾ മുതിരുന്ന, പകരം ഒളിയമ്പുകൾ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ നാം ശക്തമായി തന്നെ മത്സരിക്കേണ്ടതുണ്ട്, നമുക്കത് ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുക മാത്രമല്ല, തൻ്റെ മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ 10 നിയമസഭാ മണ്ഡലത്തിലേക്ക് നിയോഗിക്കുകയും അവരുടെ കീഴിൽ വലിയ രീതിയിൽ പ്രവർത്തനം നടന്നു വരികയാണ്. കാരണം ഈ 10ൽ 3 BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് 5ഓ 6ഓ ആക്കി ഉയർത്തുകയാണ് യോഗിയുടെ ലക്ഷ്യം. യോഗി അതിന് പറയുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നാണ്. ഇതിന് എതിരെ തന്നെയാണ് കേശവ് പ്രസാദ് മൗര്യ വന്നിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹം പറയുന്നത് സർക്കാരല്ല വലുത്, പാർട്ടിയാണ്. 2014 BJP അധികാരം പിടിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ അന്ന് BJPക്ക് ഭരണമില്ലായിരുന്നു. 2017 UPയിൽ ഭരണമില്ലായിരുന്നു, എന്നിട്ടും BJP നേട്ടമുണ്ടാക്കി. അതുകൊണ്ട് സർക്കാരല്ല പാർട്ടിയാണ് വലുത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ്. ഇതോടുകൂടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യോഗി ആദിത്യനാഥ് മൗര്യയും ഒളിയമ്പുകളുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും കേന്ദ്രം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റമാണ് ഉത്തർപ്രദേശിൽ BJPയിൽ ഉണ്ടാവുക. സംസ്ഥാന അധ്യക്ഷനടക്കം മാറുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും. ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏതായാലും കേന്ദ്ര നേതൃത്വം നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടില്ല. ഒരുപക്ഷെ ഈ മൗനം കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നറിയില്ല. ഏതായാലും കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ്. 2017 മറ്റും BJP വിജയത്തിൽ എത്തിച്ച നേതാവ് കൂടിയാണ്. ഇവിടെ യോഗിയും മൗര്യയും തമ്മിൽ നിൽക്കുന്നു. ഇതിലെന്താണ് ഇനി ഇവിടുത്തെ ഒരു ഫോർമുല എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.